സാർ. ആ ലോലിതൻ. ഓ ആ വിളിക്ക്. താൻ എന്തിനാണോ ഈ ഫയൽ നോക്കി പിടിച്ച് എന്റെ പിന്നാലെ വരുന്നത്? അതൊരു ഭാഗത്ത് വെക്ക്. താൻ എവിടുന്നാ വരുന്നത്? കടുവമാന്തിക്കര. 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 എന്താ കാര്യം? മാരേജ് സർട്ടിഫിക്കറ്റ് വേണം സാർ. എത്ര നാളായി തന്റെ കല്യാണം കഴിഞ്ഞിട്ട്? 2 വർഷമായി. താനല്ലേ 2.5 വർഷം എന്ന് പറയുന്നത്? അല്ല, അത് മുമ്പായിരുന്നു. ഇപ്പൊ 2. എന്നിട്ട് ഇത്രയും കാലം മാരേജ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ കാരണം? ഭയങ്കര വഴക്കം വെക്കാണൊക്കെ ആയിരുന്നു സാർ. ഞങ്ങൾ ഭാര്യയും വീട്ടുകാരും ഞങ്ങളും എല്ലാവരും കൂടെ ആയിട്ട് ടൂർ പോയിരിക്കുകയായിരുന്നു. 2 വർഷമായിട്ട് നീ ടൂറിലായിരുന്നു? കൊടൈക്കനാല്, ഒറ്റപ്പാലം, ചിറ്റൂര്. ഒരു കാര്യം ചെയ്യ്, ഒരു മാപ്പപേക്ഷ എഴുതി കൊടുക്കുക കേട്ടോ. പേപ്പറുണ്ടോ? പേപ്പറില്ല. പേപ്പറും ഇല്ലേ? 50 പൈസ ഗവൺമെന്റ് നഷ്ടമാണ്. ഞാൻ തരാം, 50 പൈസ തരാം. ഞാൻ തന്റെ കയ്യിൽ ഒരു ഫയൽ തന്നില്ലേ, അതെവിടെ? എന്തിനാണ് അതിനൊക്കെ വില പിടിച്ച സാധനങ്ങൾ ഇങ്ങോട്ട് വാ. അല്ല, ഇത് ഫയൽ കിട്ടണ്ടേ? ഇവിടെ വന്നിരിക്കും. അല്ല, സാറിന്റെ ഫയലാണ് അതിരിക്കും. അതിനകത്തൊക്കെ പോയി കൈയിട്ട് മാതിയിട്ട് വല്ല പാമ്പും കടിച്ച് ചേർത്ത അതിന് സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതേണ്ടി വരും. ആ ഫയലാണിത്. അതെ, ആ ഫയലാണിത്. ഇതിവിടെ ഇരിക്കായിരുന്നു. പിന്നെ അവിടെ പോയി മാറ്റി തന്നിട്ട് താനാ മാപ്പപേക്ഷ എഴുതറോ? ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ അവിടെ പുറത്തെവിടെയും പോയിരുന്ന് എഴുതിക്കോളൂ. കഴിഞ്ഞു സാർ. അക്ഷരത്തെറ്റുണ്ടായിരിക്കും എന്നാണ്. ഇതെന്താണ് ഇത്? മാപ്പപേക്ഷ. കല്യാണം കഴിച്ചത് വളരെ വളരെ തെറ്റായി പോയി. മാപ്പ്. താൻ കല്യാണം കഴിച്ചതിന് എന്നോട് മാപ്പ് പറയണത് എന്തിനാണ്? എടോ, വിവാഹം കഴിഞ്ഞാൽ 45 ദിവസത്തിന്റെ ഉള്ളിൽ അത് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ 1 വർഷം കഴിഞ്ഞ് വന്നാലൊന്നും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, മാപ്പപേക്ഷ മര്യാദയ്ക്ക് എഴുതി കൊടുക്കുക, പിന്നെ ഒരു 100 രൂപ ഫൈൻ അടക്കി. അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോവാം. അല്ല സാറൊന്ന് പെട്ടെന്നൊന്നും ശരിയാക്കി തരാൻ പറ്റില്ല. ഇവിടെ വേറെ ഒരുപാട് ജോലി തിരക്കുണ്ട്. പിന്നെ താൻ ഒറ്റയ്ക്ക് വന്ന് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും തരാൻ പറ്റില്ല. ഭാര്യയും കൂട്ടിയിട്ട് വാ. ഭാര്യയും കൂട്ടിയിട്ട് വേണം സാർ? പിന്നെ ഭാര്യയും കൂട്ടിയിട്ട് വരണ്ടേ? എനിക്ക് നിയമം തെറ്റിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ പഞ്ചായത്ത് സെക്രട്ടറി ആയ എൻ്റെ അടുത്ത് വന്ന്, അതായത് രജിസ്ട്രാർ ആയ എൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ച് സൈൻ ചെയ്താലേ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. എന്തോ ആദ്യം പോയിട്ട് ഭാര്യയെ വിളിച്ചിട്ട് വാ. സാർ, അപ്പോൾ രജിസ്ട്രാർ വേറെ കാണേണ്ടി വരും. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവാത്തത്? അല്ല, സെക്രട്ടറി ഞാനാണ്. അല്ല, അപ്പൊ പഞ്ചായത്ത് രജിസ്ട്രാറും ഞാനാണ്. എല്ലാം സാറാണ്. അതാ പറ്റില്ലേ? അല്ല പറ്റും. അഭിനന്ദ അല്ല, അറിഞ്ഞൂടാത്തോണ്ട്. പോയിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പാടോ. കല്യാണം കഴിക്കാൻ മാത്രം, വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. സാറേ, സാർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, ഇരിക്കൂ. എണീക്കടോ. ആ കസാര കൊണ്ടുവിടോ. ആ കസാര കൊണ്ടുവിടാ. അതിനോട് മാറിയിട്ട് ഒരു മര്യാദ വേണ്ടേ? എന്താ കാര്യം? സാർ, സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി എന്നല്ലേ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ തോന്നാനുള്ള കാരണം? അല്ല സാർ, സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വേണം സാർ. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? ഇനി നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാ. സാറേ, ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ഇനി വേണ്ടേ താനും. കുറെ പ്രശ്നങ്ങളുണ്ട് സാറേ. ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അതിനാ ഈ വിവാഹ സർട്ടിഫിക്കറ്റ്. അയ്യോ, വിവാഹമോചനം നടത്താനാണോ നിങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്? സാർ, എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കി താ.
കുട്ടി ഇത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് DDPക്ക് അയക്കണം. അവിടെ പോയി അതിൻ്റെ അപ്രൂവലൊക്കെ ആയിട്ട് വരണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കോയ സാറ്, ജൂനിയർ സൂപ്രണ്ട് കോയ സാർ അപ്പുറം ഇരിപ്പുണ്ട്, അയാളെ പോയിട്ട് കാണും. അയാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടാ. കുട്ടിയുടെ പേരെന്താ? മണ്ടോദരി. മണ്ടോദരി സുന്ദരി. സാറേ ഞാൻ ലോലിതൻ. ആ ഈ ലോലിതൻ. ലോലു 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 മണ്ടോദരി സുന്ദരി.